സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഒരു 2 ഷെയ്ഡെങ്കിലും ഫസ്റ്റ് യൂസിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാം. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് കാണുമ്പോൾ മനസ്സിലാകും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കേണ്ടതൊന്നും ആയിട്ട് ഇല്ല. കാരണം നമ്മുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള 2-3 ഐറ്റംസ് മാത്രം മതി ഇതൊന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു ബീട്രൂട്ടാണ്. നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണല്ലോ അല്ലേ. അപ്പം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. ബീട്രൂട്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്കിൻ നറിഷ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും പറ്റിയ ഒന്നാണിത്. ജ്യൂസ് കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പം നമ്മൾ സ്കിന്നിന് പുറമെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം മുഖക്കുരുവിൻ്റെ പാടുകൾ പോകാനും മുഖക്കുരുവിൻ്റെ പാട് പോകാനും അതുപോലെ തന്നെ മുഖത്തെ ആ ഒരു ടാനൊക്കെ മാറാനായിട്ട് ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിന്. അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്തെടുക്കുന്ന ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി എന്ന് പറയുന്നത് വൈറ്റമിൻ ബി റിച്ച് ആണ്. നമ്മുടെ ടാനൊക്കെ മാറാനായിട്ട് ഒരുപാട് നല്ലതാണ്. അരിപ്പൊടി വെച്ചിട്ടുള്ള പാക്കൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. 2-3 തുള്ളി നാരങ്ങ നീര്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ ഓയിലി സ്കിന്നുകാരുടെ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുന്ന രീതിക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നാച്ചുറൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസാണ് ലെമൺ ജ്യൂസിലുള്ളത്. അത് നമ്മൾ ലെമൺ ജ്യൂസും അതുപോലെ തന്നെ അതിലേക്ക് ഹണിയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്കിൻ വൈറ്റിങ്ങിന് ഇതിൽപ്പോൾ ഒരു അടിപൊളി സംഭവം വേറൊന്നുമില്ല. നമ്മൾ ഹണിയും ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് തേച്ചാൽ തന്നെ നല്ലൊരു വൈറ്റനിങ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റനിങ് തന്നെയല്ല, ഇതിൽ നമ്മൾക്കൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടാൻ മാറുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു 2 ഷെയ്ഡ് വ്യത്യാസം വരുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു പിമ്പിൾസ് ജേർണി, അതായത് എനിക്ക് ഒരു 1 ഇയർ മുന്നത്തെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ നമ്മുടെ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് പിമ്പിൾസ് ഉണ്ട്, പിമ്പിൾസ് മാർക്സ് ഉണ്ട്, ഓപ്പൺ പോർസ് ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പാക്കുകൾ ഇതുപോലെ ഹോം റെമഡീസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസിൽ പിമ്പിൾസ് നന്നായിട്ട്, ഇപ്പോൾ പിമ്പിൾസേ ഇല്ലെന്ന് പറയാം. അതുപോലെ ഓപ്പൺ പോർസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള റെമഡീസൊക്കെ ചെയ്ത് അപ്പോൾ എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതും എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് തോന്നിയതായിട്ടുള്ള കുറച്ച് പാക്കുകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര 100% ഉറപ്പ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് പിമ്പിൾസ് വന്നിട്ട് വേഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നാണ്, ഫേസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് മുഖക്കുരു ഉള്ള ഒരു ഫേസിലാണെങ്കിൽ 1-2 യൂസിന് അല്ലെങ്കിൽ 1 മന്ത് 2 മന്ത് കൊണ്ടൊന്നും ഒരിക്കലും അത് മൊത്തത്തിൽ മാറുമെന്ന് വിചാരിക്കരുത്. കാരണം പിമ്പിൾസ് മാറിയെടുക്കാനും അതിൻ്റെ പാടുകൾ മാറാനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ പായ്ക്ക് ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി. അപ്പോൾ ഇതുപോലെ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കാണിക്കാനും കേട്ടോ. ഞാൻ ഒരു തുണി നനച്ച് കൊടുത്തിട്ട് അതെ കണ്ടില്ലേ, നെറ്റിയിൽ എൻ്റെ അത്രയും ഭാഗത്തെ ടാൻ ഫുൾ അങ്ങ് പറിച്ചെടുത്ത പോലെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പായ്ക്ക് മുഴുവൻ നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണാം, അപ്പം തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫേസിൽ മാത്രമല്ല, നമുക്ക് കൈകളിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം. നമുക്ക് സൺ ടാൻ കൂടുതലായിട്ടുള്ള എവിടെ തോന്നുന്നുണ്ടോ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ കയ്യിലും അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കയ്യിലെ ടാനൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടിയായിരുന്നു കൈക്ക്. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ വൈപ്പ് ഓഫ് ചെയ്യാണ് കേട്ടോ. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പായ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് അതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു ഫേസ് സെറം അപ്ലൈ ചെയ്യുക, പിന്നെ ഒരു ഫേസ് മോയ്സ്ചറൈസർ. ഇത് 3 മസ്റ്റായിട്ടും ചെയ്യുക. പ്രത്യേകിച്ച് പിമ്പിൾസ് ഉള്ളവർ, ഒരുപാട് പിമ്പിൾസ് ഉള്ളവർ ഒരു അടിപൊളി ഒരു നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ ഏത് ടോണറാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് എൻ്റെ ഒരു പിമ്പിൾസ് ജേർണിയിൽ ഞാൻ ഏത് ടോണറാണ് അപ്ലൈ ചെയ്തതെന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ ഫേസ് ഇപ്പോൾ നല്ലതായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ പിമ്പിൾസ് ഫ്രീ ആണ്. അപ്പം അടിപൊളി പായ്ക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഡിയർ, ബൈ ബൈ.